ഇപ്പോൾ ഈ നടിമാർ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി. അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, സീനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഈ നടിമാരുടെ വെളിപ്പെടുത്തലെല്ലാം ശരിയാണോ? നമുക്ക് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ നവോത്ഥാനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ തിരിഞ്ഞു ഒത്തുകയാണോ എന്ന് പോലും ആളുകൾ സംശയിച്ചാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല, അല്ലേ? അതെ, അങ്ങനെയാണോ വിലയിരുത്തൽ? എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ സ്ത്രീ നവോത്ഥാനമല്ല, അവർക്കൊരു വിമൻ എംപവർമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കേരളത്തിൽ പണ്ടുതൊട്ടേ കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു സമൂഹമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂസ്വത്തായാലും വേണ്ടില്ല, മറ്റു കാര്യങ്ങളിലും സ്ത്രീകൾക്കാണ്. അതിനകത്ത് നാട്ടുകാരൊക്കെ പണ്ട് കാലത്ത് ഈ ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് പിന്നെ സ്ത്രീയുടെ കുടുംബങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ജനസമൂഹം കേരളത്തിലുണ്ട്. സ്ത്രീകളെ ഒരു പുറത്തോട്ട് അല്ലെങ്കിൽ അവരെ മുൻപന്തിയിൽ നിർത്തി അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള അവർക്ക് എന്താ പറയുക മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത്. നമുക്കിവിടെ തലയിൽ മുണ്ടിട്ടോ ഇട്ട് വെയ്യുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ തലയിലൊക്കെ മുഖം മറച്ച് ഒക്കെയുള്ള ഇതുണ്ട്. നമ്മുടെ ഇവിടെ സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ അവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്തത്. അതിന് തെറ്റും ശരിയുമായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. ചില സ്ത്രീകൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്, ഭർത്താക്കന്മാരെ കൂടുതൽ കൊണ്ടുനടക്കാനുള്ള നിർത്തിയിരുന്നു എന്നും അവരെ കൂടുതൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം, അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം, അതായത് പല കാര്യങ്ങളിലും അവർ ഇത് ഇങ്ങനെ പ്ലസ് പോയിൻ്റോട് കൂടിയാണ് കണ്ടിരുന്നത്. ഉദാഹരണത്തിന് പിന്നെ വാജിന കൊണ്ടുവന്നിട്ട് ഞാനിതാ നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുന്നു, ഞങ്ങൾക്കിതല്ല. ശബരിമല പ്രസ്ഥാനത്തിന് അത് ശബരിമലത്തിലെ സ്ത്രീ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സംഗതി വന്നതെങ്കിലും ഞങ്ങളെന്തിനു പുറമോട്ട് നടത്തണം, ആർത്തവം ഒരു മോശമല്ല എന്നുള്ള ഇത് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന. അപ്പം ആർത്തവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണല്ലോ, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഉള്ളതാണല്ലോ, സത്യം തന്നെയാണ്, അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടി ചർച്ചകൾ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു അതിർവരമ്പ് വിട്ട് അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത്. ഇതിനെ ആര് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളത്. കാരണം ചാനലുകൾ ഇക്കാര്യത്തിലൊന്നും ചർച്ച ചെയ്യത്തില്ല. കാരണം പ്രധാന ചാനലുകളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരതിൻ്റെ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതെല്ലാം റവന്യൂ ജനറേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയും ചാനലുകൾ ധാരാളം ഉണ്ട് താനും. അപ്പോൾ അവരുടെ തമ്മിലുള്ള ഈ മത്സര ബുദ്ധി കാരണം ഇവർ ജനങ്ങൾക്ക് പുതിയ സംഗതി കൊടുക്കുന്നതിന് പകരം ജനങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ടു നടക്കും. കുറച്ച് നാൾ കൊണ്ടു കിടന്നു കഴിഞ്ഞതിന് ശേഷം അവർ പഴി വെച്ചിട്ട് ഈ ചാനലുകളെല്ലാം അത് ഇട്ട് കളയുകയും ചെയ്യും. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപവർമെൻറ്റ് വന്നതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആർക്കും ആരെയും എന്തും എപ്പോൾ വേണേലും പറയാം. ആ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ വ്യക്തിക്ക് കുറച്ച് നാൾ ഒരു എന്താ പറയുക സ്ക്രീൻ ടൈം കിട്ടും. ആ സ്ക്രീൻ ടൈം കിട്ടുമ്പോൾ 10 ആളുകൾ കാണും. 10 ആളുകൾ കാണുമ്പോൾ അവരറിയപ്പെടും. അവരെന്താണോ ഉദ്ദേശിച്ചിരുന്നത്, അവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും ഇക്കാര്യത്തിലൊന്നും ലക്ഷ്യബോധം ഇല്ലാതെയുള്ള ആളുകളൊന്നും അല്ല മലയാളികൾ എല്ലാവരും ഇൻ്റലിജൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പണ്ടത്തെ കാലത്തിലും കൂടുതലും മലയാളികൾ ഇൻ്റലിജൻ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായം. കാരണം ഇത്രയും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുന്നു, പലതരം ചാനലുകൾ വന്നിരിക്കുന്നു, പലതരം മീഡിയകൾ വന്നു. അങ്ങനെയുള്ള പിന്നെ വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാ കാര്യത്തിലും ഹൈലി ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് മലയാളി സൊസൈറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള ആ വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്നതെന്ന് രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ വിക്ടിംസും ചിന്തിക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും ചിന്തിക്കുന്നുണ്ട്. ഈ നാറ്റം, ഈ ചെളിവാരികൾ പരസ്പരം യാദവകുലം പരസ്പരം അടിച്ച് നശിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമാകുലം, അമ്മ എന്ന് പറയുന്ന സിനിമാകുലം പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. വൈസ് പ്രസിഡന്റ് അഭിപ്രായം ഒന്ന്, ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ഒന്ന്, മറ്റ് മെമ്പേഴ്സിന്റെ അഭിപ്രായം ഒന്ന്, എന്നാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് അതാണ് പറഞ്ഞത്. അപ്പം ഇത് ജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് മാത്രമല്ല, ജനങ്ങൾക്ക് ഇത് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെയുള്ള തരത്തിൽ ഈ ഒരു ചിന്തയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ സത്യമാണോ, നേരത്തെ പല കേസുകൾ കൊടുത്തിട്ടുള്ള ആളുകളാണെന്ന് ചിലർ പറയുന്നു, പലർ പറയുന്നു. എനിക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, ഒരാൾ കഴുത്തെ പിടിച്ചു, ഒരാൾ തലമുടിയെ പിടിച്ചു എന്ന് പറഞ്ഞു, അയാൾ രാജിവെക്കുന്നു, ഇന്ന് രാജിവെക്കുന്നു.
വേറൊരാൾ നേരിട്ട് പറയുകയാണ് എന്നെ പൂർണ്ണമായി പീഡിപ്പിച്ചു, പക്ഷേ ഞാൻ കേസ് തൽക്കാലം കൊടുക്കുന്നില്ല എന്ന് പറയണു. അപ്പോൾ എല്ലാ നടിമാരെയും എല്ലാ നടന്മാരെയും സംശയത്തിൻ്റെ മുൻമുനയിലും എത്തുക. ഇപ്പം പല മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മുൻകാല നടിമാരെയും നടന്മാരെയും അതുപോലെ തന്നെ ഇപ്പം ലൈംലൈറ്റിൽ നിൽക്കുന്ന പല ആളുകളെയും സംശയത്തിൻ്റെ മുമ്പിൽ നിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, നാളെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു നടി വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പെൺകുട്ടി വരുന്നു. അപ്പോൾ അവൾക്കൊരു അവസരം നിഷേധിച്ചാൽ ഞാൻ നിന്നെ കേസിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരു സ്ത്രീ പറയുന്നതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കേസ് എടുക്കാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇത് വലിയൊരു അപകടമാണ്. ഇപ്പം വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, പഴയ കാലത്ത് കഥകളിയിൽ സ്ത്രീവേഷം കെട്ടിയിരുന്നത് പുരുഷന്മാരാണ്. നാടകത്തിൽ പോലും സ്ത്രീവേഷം കെട്ടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം അതുപോലെ തന്നെ പണ്ട് നാടകത്തിൽ അഭിനയിക്കുന്നതിന് ഒരു കുലീനമായ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ അയക്കാത്തൊരു കാലഘട്ടമുണ്ട്. അതെ. അപ്പോൾ ആ കാലഘട്ടത്തിലെ വെല്ലുവിളികളായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രജ്ഞയായിട്ടുള്ള ഒരു നാടക നടി, പിന്നെ അത് വളരെ കേരളം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു സിനിമാ നടിയായി മാറി, സ്വഭാവ നടിയായി മാറി, ഒരുപാട് അവാർഡുകൾ നേടിച്ച് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം അവരൊക്കെ നേരിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്കൊന്നും വരാൻ പല നടിമാരും ഒരു ഒറ്റ ഘട്ടം കൊണ്ട് അവർക്ക് ടാലന്റ് ഉള്ളത് കൊണ്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നു കിടന്നാണ്. ഇപ്പോൾ ഒരാളെ തളർത്താൻ ഏത് സിനിമാ മേഖലയിലുള്ളവർ ശ്രമിച്ചാൽ പോലും ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനപ്പുറത്തേക്ക് വരാം. ഈ ടാലന്റ് ഇല്ലാത്തവർ ചിലപ്പോൾ 2-3 സിനിമ കഴിയുമ്പോൾ ഔട്ടായി പോകും. അപ്പോൾ പറയാണ്, ഈ 3ാമത്തെ സിനിമ കഴിയുമ്പോൾ എന്നെ സംവിധായകൻ അല്ലെ മറ്റേ ആൾ ഇങ്ങനെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ പോയില്ല, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി. എന്നിട്ട് ഇവർ പറയാണ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതും നമ്മൾ മലയാളികൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സിനിമ ഒരു മീഡിയ, അതായത് കലാരൂപം എന്ന നിലയിൽ നിന്നും ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. അപ്പം ബിസിനസ്സായിട്ട് നടക്കുമ്പോൾ കുറേ കൂടി ഓപ്പർച്യൂണിറ്റി കൂടും എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഈത്തോസ് എന്ന് പറയും, ഒരു ക്യാരക്ടർ നഷ്ടപ്പെട്ടോ എന്നാണ് പൊതുജനം ഇപ്പം ശ്രദ്ധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു തനിമയുണ്ടായിരുന്നു. പരസ്പരമുള്ള ബന്ധവും പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ പോകുന്നതിനോ വരുന്നതിനോ ഒന്നും കാലഘട്ടത്തിൽ അന്നും ഇല്ല, ഇന്നും ഇല്ല. അത് ഒരു ഉഭയകക്ഷി ബന്ധവും പരസ്പര സമ്മതമാണ്. ഇവിടെ അതല്ല. അങ്ങനെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു സംഗതി നടക്കുകയും അതിനുശേഷം എന്തെങ്കിലും കാരണവശാൽ പറ്റുന്ന രീതിയിൽ ഈ വ്യക്തിയെ, ഈ പെൺകുട്ടിക്ക് കിട്ടാവുന്ന റോളുകളല്ല കൊടുക്കാൻ പറ്റുന്നതെന്ന് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു സംവിധായകൻ തീരുമാനിച്ചു കഴിയുകയും, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് സമ്മതിക്കുകയോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സമ്മതിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർ സമ്മതിക്കുകയോ ചെയ്യാത്തൊരവസരത്തിൽ പിന്നെ ഈ മുൻപുണ്ടായിരുന്ന എല്ലാ കാലവും തിരിച്ചടിക്കുന്ന എന്നത് ഒരു പ്രശ്നം വരുത്തില്ലേ? ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഒരു ആഫ്രിക്കക്കാരനെ ഇവിടെ പഠിക്കാൻ വന്ന, തൊടുപുഴയിൽ പഠിക്കാൻ വന്ന, ആ പഠിക്കാൻ വന്ന ഒരു പയ്യൻ എന്നാന്ന് തോന്നുന്നു ഞാനത് കണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് നാൾ നിന്നു. എന്നിട്ട് അവർ തമ്മിൽ വീഡിയോ എന്തോ പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അവർ. അപ്പം വേറെ ഒരു കാര്യം, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കോഴിക്കോട്ട് ഇതുപോലെ സംഭവിച്ചില്ലേ? വളരെ ചെറിയ ഒരു 7 ദിവസത്തെ കല്യാണം. ആ കല്യാണത്തിന് ശേഷം അവർ തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്നു, അടിപിടി ഉണ്ടാവുന്നു. അതിനുശേഷം വലിയ വിഷയം പോലീസുകാരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെ. അപ്പം ഇതൊക്കെ നമ്മൾ മലയാളിയെ എങ്ങോട്ടാണ് കൊണ്ട് നയിക്കുന്നതെന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ സ്ത്രീകളുടെ എംപവർമെൻറ്റ്, സ്ത്രീകളുടെ ഉന്നമനം, അവർക്ക് വേണ്ട പരിഗണനയല്ല, നല്ല പരിഗണന നമ്മൾ കൊടുക്കണം. പക്ഷേ ഉന്നമനത്തിനായിട്ട് ഇങ്ങനെ ഒരു സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ഒരു സഹായം ചെയ്യുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ തുറന്നു കാട്ടാനും കൂടെ ഇവർക്ക് സാധിക്കണം. അതാണ് പ്രശ്നം. ആ സാധ്യത അത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നയങ്ങൾ കൊടുക്കണം. ഗവൺമെൻറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രണ്ട് രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം പ്രസരം ഉണ്ടാവാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് അവസാനിക്കാൻ പോകുന്നത് സോഷ്യൽ കയോസിലേക്കായിരിക്കും. അതെ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സിനിമാ നടിമാർ പറഞ്ഞത് മുഴുവൻ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ എത്ര പേർ ഇനി നാളെയും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളായി വരും? ആ വെളിപ്പെടുത്തൽ നടത്തുന്നവർ ഇന്നലെ വരെ നിങ്ങൾ എന്താ ചെയ്യാഞ്ഞത്? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പം എനിക്കൊരു വിരോധമുണ്ട്, എൻ്റെ ഒരു സിനിമയിൽ അവസരം നഷ്ടപ്പെട്ട ഒരു സംവിധായകനോടോ നിർമ്മാതാവിനോടോ എനിക്കൊരു വിരോധം ഉണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒരു സാധനം പറഞ്ഞാൽ മതി, അയാളുടെ കുടുംബം തകർന്നു, അയാളുടെ സമൂഹത്തിലുള്ള റെസ്പോൺസ്. അത് മുൻനിര നടികൾ ആരും ഇതിനകത്ത് വന്നിരിക്കുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ ഇവർ കൗണ്ടർ ആർഗ്യുമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ അവർ ഇതേപോലെ
പോലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്നതാണ് എന്നുള്ള രീതിയിലാണ് പൊതുജനം ചർച്ച ചെയ്യുന്നത്. അപ്പം എല്ലാ തരത്തിലും, അതായത് ഈ പണ്ടോറാസ് ബോക്സ് എന്ന് പറയും, അതായത് കുടത്തിൽ നിന്നും ഭൂതത്തെ ഇവരെല്ലാവരും കൂടി അഴിച്ച് വെളിയിലിട്ടു. ഇനിയും ഇത് ഏത് രീതിയിൽ ശമിപ്പിക്കും എന്നുള്ളത് പിന്നെ ഈ എംപവർമെൻറ്റ് നടത്തിയിരിക്കുന്ന ആളുകളെ തന്നെ ശരിക്കും തിരിഞ്ഞു കടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇവരെ ഒരു സ്ത്രീകളുടെ ഇതിനെ എങ്ങനെ രീതിയിൽ ഇവരെ കൺട്രോൾ ചെയ്യും എന്നവർക്ക് വയ്യാത്ത അവസ്ഥ വന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമാ നടിമാരുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി കൂടിയ സംഘടനകൾ, ഇവരുടെയൊക്കെ നിലപാടുകൾ എന്താണ്, അല്ലെങ്കിൽ അവർ കൃത്യമായാണോ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ കേരളീയ സമൂഹം വളരെ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അപ്പോൾ ചിന്തിക്കാം.